സന്തോഷമാണ്. റോജി എം ജോൺ മന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിലാണ് നമ്മളുള്ളത്. അച്ഛനും അമ്മയും തിരുവനന്തപുരത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിനാണ്. അവർ രണ്ടുപേരും നമ്മൾ മാതൃഭൂമി ന്യൂസിലൊപ്പം ചേരുകയാണ്. നമസ്കാരം. എന്താ പറയാനുള്ളത് ഇപ്പോ? നിങ്ങൾ വാർത്ത കേട്ട പോലെ ഞാനും വാർത്ത കേട്ടതേ ഉള്ളൂ, അല്ലാണ്ട് കൂടുതൽ വിവരങ്ങൾ അറിയില്ല. വിളിച്ചിരുന്നോ റോജി? വിളിച്ചിട്ടില്ല. സമയമില്ലല്ലോ, അതുകൊണ്ടാ വിളിക്കാത്തത്. മന്ത്രിയായി നേരത്തെ NSUലൊക്കെ പ്രവർത്തിച്ച് വരുമ്പോ ഇങ്ങനെ വലിയ സ്ഥാനങ്ങളിലേക്ക് എത്തുന്ന പ്രതീക്ഷിച്ചിരുന്നോ അച്ഛനും അമ്മയും? പിന്നെ എല്ലാരും ആഗ്രഹിക്കുന്നു. പ്രതീക്ഷിക്കാൻ നമുക്ക് എപ്പോഴും പ്രതീക്ഷിക്കാമല്ലോ, പക്ഷെ ഇതെല്ലാം തീരുമാനം നമ്മുടെ അല്ലല്ലോ. അപ്പം നമ്മള് എന്തായാലും നമ്മൾ ശിരസ വഹിക്കുക എങ്ങനെയാണെന്നും നമുക്കറിയാം, മുൻപേ പറയാൻ പറ്റിയല്ല. അപ്പം ഇന്നല്ല സംഭവിക്കുന്നല്ലോ നാളെ സംഭവിക്കുന്നത്. അതുകൊണ്ടിട്ട് നമുക്കിപ്പോ അതിനത് അടിവരിയിട്ടൊന്നും പറയാൻ ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. എന്താണുള്ളത് അച്ഛനും അമ്മയ്ക്ക്? അമ്മ ഒരു നിമിഷം ഇങ്ങോട്ട് വരാമോ? സന്തോഷം. അല്ല, എന്താ പറയാനുള്ളത്? അല്ല, സന്തോഷം. മകനോട് എന്നാ പറയാം, മകനോട് വരുമ്പോ പറയാം, ഞങ്ങൾ അങ്ങോട്ട് പോവില്ലേ. അല്ല, ഇപ്പൊ മന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പേ എങ്ങനെ ജനങ്ങളോട് ഇടപെടണം അതൊക്കെ മോനറിയാവല്ലോ. പിന്നെ ഞങ്ങളെ കഴിഞ്ഞ് വിദ്യാഭ്യാസവും വിവരവും ലോകപരിചയമൊക്കെ ഉള്ളവരല്ലേ. ഞങ്ങളെ പറഞ്ഞു കൊടുക്കാതെ അവനറിയാതൊക്കെ. ഇത്ര നാളും നല്ല പ്രവർത്തനമായിരുന്നു. ഇനി മുന്നോട്ടും അത് തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ദൈവം അനുഗ്രഹിക്കും. അതെ, ഈ 10 വർഷമായിട്ടുള്ള ഈ മണ്ഡലത്തില് അവന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാണ് ഇപ്രാവശ്യം വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചത്. അങ്കമാലിക്ക് ഉണ്ടാകാത്ത, ഇതുവരെ ചരിത്രത്തിൽ ഉണ്ടാകാത്ത ഒരു വൻ ഭൂരിപക്ഷമാണ്. 37,000-ലധികം വോട്ടിന് ജയിച്ചത്. അപ്പൊ അവന്റെ പ്രവർത്തന മികവ് കൊണ്ട് തന്നെയാണത് കിട്ടിയത്. മണ്ഡലത്തിലുള്ള എല്ലാരെയും ചേർത്ത് പിടിച്ചിട്ട് അവൻ മുന്നോട്ട് കൊണ്ടുപോകാനാണ് അവന്റെ ശ്രമം. ഇനിയിപ്പം കേരളത്തിലെ ജനങ്ങളെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം അല്ലെ? ആ വകുപ്പിന് അനുസരിച്ച്, കിട്ടുന്ന വകുപ്പിനനുസരിച്ച്. തീർച്ചയായിട്ടും അതാണ് നമ്മുടെ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, ഇനിയും ഏതെങ്കിലും ഒരു വകുപ്പ് അങ്ങനെ എന്തെങ്കിലും പ്രതീക്ഷയോ അങ്ങനെ മറ്റോ ഉണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും ഉള്ളൂ നമ്മളിപ്പോ തീരുമാനിക്കാൻ പറ്റില്ല. അതൊക്കെ തീരുമാനിക്കുന്ന അതുമായിട്ട് ബന്ധപ്പെട്ട ഹൈക്കമാൻഡും കാര്യങ്ങളൊക്കെ അല്ലേ തീരുമാനിക്കുന്നത്, നമ്മളൊന്നും അല്ലല്ലോ. അപ്പൊ തിരുവനന്തപുരത്തേക്ക് പോവാണ്. നമ്മളിപ്പോ തിരുവനന്തപുരത്തേക്കായാലും പോകാൻ തീരുമാനിച്ചു പോകുന്നു. ഏറ്റവും സന്തോഷമുള്ളൊരു കാഴ്ച അല്ലേ? ഓക്കെ. അല്ല, മകൻ ഇങ്ങനെ ആലുവ പഠിച്ച് പോകുമ്പേ തേവരയിലെ അസിസ്റ്റ് കോളേജൊക്കെ പഠിക്കുന്നു, അവിടെ യൂണിയൻ ചെയർമാൻ ആവുന്നു. അപ്പൊ ഒക്കെ പഠിക്കാൻ വിട്ടിട്ട് ഈ രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് നടക്കുകയാണ് എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നോ? അവന് ഈ പഠിത്തവും ഈ രാഷ്ട്രീയവും തുല്യമായിട്ട് രണ്ടും ഒരുപോലെ കൊണ്ടുകൊണ്ടിരുന്നത്. അപ്പം എന്തായാലും അവന്റെ പഠിത്തത്തെ ഒന്നും ബാധിച്ചിട്ടില്ല. പഠിത്തമൊക്കെ നല്ല ടോപ്പ് രീതിയിൽ പഠിച്ചിട്ടുണ്ട് ഇപ്പം. അപ്പം അതിന്റെ ഗുണങ്ങൾ എല്ലാവർക്കും കിട്ടട്ടെ. എന്തായാലും സന്തോഷം. ദൈവം എല്ലാത്തിനും കാരണബോധൻ, നമ്മളൊന്നുമല്ല. ഓക്കെ. ശരി. അമ്മ സന്തോഷം അല്ലേ? സന്തോഷം. ഓക്കെ, താങ്ക് യു. എന്തായാലും രണ്ടുപേരും തിരുവനന്തപുരത്തേക്ക് പുറപ്പെടുകയാണ്. അവിടെ നാളെ ആ സുന്ദര മുഹൂർത്തം നേരിട്ട് കാണുന്നതിന് വേണ്ടിയുള്ള യാത്ര.